നേരെ ജോലിയും കഴിഞ്ഞ് വന്ന് ഒരു കുളി മസാക്കി നേരെ കിച്ചണിലോട്ടങ്ങ് കയറി. എന്തെങ്കിലും കഴിക്കണ്ടേ? ഞാൻ കുറച്ച് നാളായിട്ട് രസം കഴിക്കണം എന്നൊരു കൊതിയുള്ളതുകൊണ്ട് രസം തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ ഈ ബ്രിഞ്ചാൾ ഫ്രൈ ആക്കാമെന്ന് കരുതി. അങ്ങനെ അതും കട്ട് ചെയ്തു. ബ്രിഞ്ചാൾ ഫ്രൈ ആക്കാനുള്ള മസാലയും റെഡിയാക്കി. എന്നിട്ട് ഞാൻ തൈരൊക്കെ കൂട്ടി എൻ്റേതായ ഒരു രീതിയിൽ മസാല കേട്ടോ, അത് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അത് തന്നെ ഉണ്ടാക്കും. പിന്നെ ചോറും കുക്കറിൽ വെച്ചിട്ട് ക്യാരറ്റ് കുറച്ച് നാളായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്നത്, അതുകൊണ്ട് അത് അരിഞ്ഞ് ഉപ്പിലിടാമെന്ന് കരുതി. അത് അരിയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നു. അപ്പോഴത്തേക്ക് അരിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കൊണ്ടുവന്ന് കുപ്പിയിലാക്കി ഉപ്പിലിട്ട് വെച്ചു. എങ്ങനെ പ്രോപ്പറായിട്ട് ഉപ്പിലിടുകയെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കുന്ന കേട്ടോണ്ട് അങ്ങനെ കുറച്ച് ചൂടാക്കി. അപ്പോഴത്തേക്കും അരി റെഡിയായി. അരി ഊറ്റാൻ വെച്ചിട്ട് ഞാൻ രസം ഉണ്ടാക്കാൻ നിന്നു. തക്കാളി അരിഞ്ഞു. ഇവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മാത്രമേ എൻ്റെ ഉള്ളൂ, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഇട്ടില്ല. പേസ്റ്റ് ഒഴിച്ചു. ഇതൊക്കെ മാറ്റി എനിക്ക് കഴിക്കാനല്ലേ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള സാധനം ഞാൻ നെയ്യിലാട്ടോ ഫ്രൈ ചെയ്തത്. കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ എവിടെയോ കേട്ട പോലെ അങ്ങനെ അതും ചെയ്തു. അത് പെട്ടെന്ന് കഴിഞ്ഞു, കാരണം അത് വേഗം അധികം സമയം വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒറ്റയ്ക്കാണ് കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു മടി ഇടയ്ക്കിടയ്ക്ക് വരുമെങ്കിലും ഇറ്റ്സ് ഓക്കെ. എനിക്ക് പട്ടിണി കിടന്ന് ചാകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ രസം ആദ്യം തന്നെ നല്ല പുളിയായിരുന്നു. പിന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി. അപ്പോഴേ നമ്മുടെ ഫ്രൈ റെഡിയായി. പിന്നെ അതിലോട്ട് തന്നെ ആ ഒരു മസാല ഇട്ട് ഞാൻ മുട്ട ഇട്ടിട്ട് അതൊന്ന് ചിക്കി ഞങ്ങൾ എടുത്തു. അപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു മസാല പിടിക്കുമല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ രസവും ശരിയായിരുന്നു. പിന്നെ അതും ചോറും നല്ല രസവും കൂട്ടി കണ്ടപ്പോഴേ എൻ്റെ വയറ് നിറഞ്ഞു. പിന്നെ കഴിക്കണമല്ലോ, എന്തായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ. നല്ല ചൂടായിരുന്നു, എൻ്റെ കൈയൊക്കെ പൊള്ളി. ആ ആക്രാന്തം കാരണം കൈയൊക്കെ പൊള്ളി. പിന്നെ കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. മുട്ടയ്ക്ക് നല്ല ഉപ്പ് കൂടിപ്പോയായിരുന്നു, പക്ഷേ അത് ടാലിയാക്കാൻ വേണ്ടിയിട്ട് രസത്തിന് ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. പക്ഷേ അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം. ഞാൻ ഉണ്ടാക്കിയോണ്ടല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.